ഗൈസ്, ഞാൻ വൺ ബ്ലോക്കിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഫൂട്ടേജ് മാത്രം കിട്ടി, പക്ഷേ വോയിസ് മാത്രം കംപ്ലീറ്റ് കറക്റ്റായിപ്പോയി. ഫൂട്ടേജുകളെല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു വോയിസ് മാത്രം കിട്ടിയില്ല. ഇനി ഞാൻ റെക്കോർഡ് ചെയ്തത് മൊത്തം 2x -4x ഇട്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ഓഫ് ക്യാമറ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഞാൻ മറ്റേ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് മൈൻഡ് ചെയ്ത് തീർത്തു. എന്നിട്ട് ഞാൻ തേർഡ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. തേർഡ് ലെവലിലോട്ട് ചെന്നിട്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഫാം ലാൻഡിൽ കുറച്ച് വീറ്റ് ഉണ്ടായിരുന്നു, എല്ലാം വളർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനെല്ലാം കൊണ്ട് നമ്മുടെ ഷീപ്പിനെ എടുത്ത് ബ്രീഡ് ചെയ്തു. പിന്നെ ഞാൻ ഓഫ് ക്യാമറ തന്നെ അവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് ഈ ടാനെല്ലാം വെച്ചിട്ട് ഒരു 2 ആർമർ പീസ് ഞാൻ ഉണ്ടാക്കി, ഒരു ഹെൽമെറ്റും ഒരു ബൂട്ടും. എന്നിട്ട് ഞാൻ മൈനിങ് തുടർന്നു. എനിക്കൊരു സ്കെൽട്ടനെ കിട്ടി, അവനെ കൊന്നപ്പോൾ എനിക്കൊരു ബോ കിട്ടി. ഇതുപോലെ ക്രീപ്പർ വരുന്ന മേടിച്ചിട്ട് ഞാൻ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പോയി. 4 സ്ഥലത്ത് ഈ ഒരു ഫെൻസ് വെച്ചിട്ട് നടക്ക് വെള്ളം ഒഴിച്ചു. നമുക്ക് ക്രീപ്പർ വരുമ്പോൾ പൊട്ടിയാലും നമുക്കൊന്നും ഡാമേജ് എടുത്തില്ല. ഇതിനെ ഞാൻ കുറേ നേരം മൈൻഡ് ചെയ്തു. കുറേ ഗോൾഡ് കിട്ടി, ഒരു ഗോൾഡ് കിട്ടി. കുറച്ചുകൂടെ മൈൻഡ് ചെയ്ത് പോയപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടി, പിന്നെ ഒരു സ്പാറ്ററിനെ കിട്ടി. ഓക്കെ, ഇതുവരെ ക്രീപ്പറൊന്നും വന്നില്ല എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് ഒന്ന് വലുതാക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ വിചാരിച്ച് എന്നെ വലുതാക്കേണ്ട ആവശ്യമില്ല, ഒരു വേറെ സ്ഥലത്തോട്ട് സെറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ മെഗ ആയിട്ട് നമ്മൾ ഈ സ്റ്റോറേജ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്മെൽറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തു. ഒരു 10-12 ഫർണസ് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സ്മെൽറ്റിംഗ് ഏരിയ ആയിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറേജിലോട്ട് പോയി. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് സാപ്ലിംഗ് ഇട്ടു എനിക്കൊരു വുഡിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ കൊണ്ടുവച്ചു. ഇനി ഈ ഒരു ചെസ്റ്റിനകത്തായിരിക്കും എൻ്റെ വാല്യബിൾ ഐറ്റംസ് വെക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റോറേജിലോട്ട് വർക്ക് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ കുറച്ചുകൂടെ ഡർട്ട് എടുത്തിട്ട് എനിക്കൊരു ഗ്രാവൽ ഇട്ടായിരുന്നു. സോ അത് വെച്ച് ഞാൻ ഗ്രാവലും ഡർട്ടും കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഈ കോസ്റ്റ് ഡർട്ട് ഉണ്ടാക്കി. എന്നിട്ട് അതിനെ നിലത്ത് വെച്ചിട്ട് അതിനെ പാത്താക്കി അതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഡർട്ട് കിട്ടും. അതേ കാര്യം തന്നെ ഞാൻ കുറേ വട്ടം ചെയ്തു. എന്നിട്ട് ഇഷ്ടംപോലെ ഡർട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റോറേജ് ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനവിടെ ആദ്യം വെച്ച ചെസ്റ്റിലാണ് ഞാൻ പൊട്ടിച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് നോക്കാൻ നോക്കി. ഓക്കെ, കാരണം അവിടെ എങ്ങാനും എനിക്ക് ക്രീപ്പർ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങാനും ഐറ്റംസ് എല്ലാം താഴെ പോയിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നത്. ഓക്കെ, ബെഡും ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഞാൻ മൈനിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെസ്റ്റ് കിട്ടി. അതിനകത്ത് എനിക്കൊരു ഗോൾഡൻ ആപ്പിൾ കിട്ടി, പിന്നെ കുറച്ച് ഗൺ പൗഡറും എന്തൊക്കെ കിട്ടി. ഓക്കെ, എനിക്ക് ഇതുപോലെ ചെസ്റ്റ് കിട്ടുന്നതനുസരിച്ച് ഞാൻ ആ സ്റ്റോറേജ് വലുതാക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ നമുക്കൊരു ഇഷ്ടം പോലെ ചെസ്റ്റ് കിട്ടും. സോ വെറുതെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. പിന്നെ എനിക്കെൻ്റെ രണ്ടാമത്തെ ഡയമണ്ട് കിട്ടി ഗൈസ്. ഓക്കെ, എനിക്കിപ്പോൾ 2 ഡയമണ്ടായി. എനിക്ക് ഒരു ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, സ്ലൈമിനെ കിട്ടി. ഓക്കെ, എനിക്കിപ്പോൾ കുറച്ചധികം അയൺ കിട്ടി. സോ അത് വെച്ച് ഞാനൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഒരു ലെഗിൻസ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് അയൺ ആർമർ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു സൂപ്പർ ചെസ്റ്റ് കിട്ടി. ഓക്കെ, അതിനകത്തൊരു ഡയമണ്ടും കിട്ടി, എനിക്കൊരു ഗോൾഡ് പിക്കാക്സും കിട്ടി. ഇതിലാണോ എന്തോ അത് വെച്ച് എൻ്റെ വേൾഡിൽ ആദ്യത്തെ എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പിന്നെ 1 ബ്ലോക്ക് മൈൻ ചെയ്യാൻ പോയി. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു ഡയമണ്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് കിട്ടുന്ന വീട്ടിലെല്ലാം വെച്ചിട്ട് മുമ്പാരെ ഞാൻ ബ്രീഡും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് റാങ്ക് കിട്ടി. സോ അത് വെച്ച് ഞാനൊരു ലെങ്സ് ഉണ്ടാക്കി. അത് ഞാൻ കംപ്ലീറ്റ് അയൺ ആർമർ സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ഒരു ഡയമണ്ട് കിട്ടി. സോ അത് വെച്ചൊരു ഡയമണ്ട് ആക്സ് അങ്ങ് ഉണ്ടാക്കി. പിന്നെ എനിക്ക് കിട്ടിയ ബോണെല്ലാം വെച്ച് ഞാൻ ബോൺമീലാക്കി. എന്നിട്ട് ഞാനിവിടെ ഫാം ലാൻഡ് എല്ലാം കംപ്ലീറ്റ് പൊട്ടറ്റോ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഡയമണ്ട് കിട്ടി. സോ അത് വെച്ച് ഞാനൊരു ഷവലിംഗ് കൂടെ ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഡയമണ്ട് ടൂൾസ് ഉണ്ട്. കുറച്ച് മൈൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ക്രീപ്പറിനെ കിട്ടി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനെല്ലാം പാടിയിട്ടുണ്ട്. സോ ഞാൻ വേറൊരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആദ്യം ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു 4 സ്ഥലത്തും വെച്ചിട്ട് നടുക്ക് വെള്ളം ഒഴിക്കണം. ഇപ്പം ഈ ക്രീപ്പർ വന്നു കഴിഞ്ഞാൽ പൊട്ടത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് കുറച്ച് നേരം കൂടെ മൈൻഡ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ലെവൽ സ്റ്റാർട്ടായി, ബാരൻ ലാൻഡ്സ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ മൈൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ക്രീപ്പറിനെ കിട്ടി. സോ എനിക്കിപ്പോൾ കംപ്ലീറ്റ് ഉറപ്പാകാൻ പറ്റി അത് പൊട്ടത്തിലെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, കാരണം മറ്റേ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്.